എന്തിട്ട് പരിപാടി കൊണ്ടല്ലേ അങ്ങനെ നമ്മൾ അസ്കറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഗുവാഹട്ടിയിലെ അവരുടെ റൂമിലാണ്. രണ്ട് ഭ്രാന്തന്മാർ സൈക്കിളിൽ പോണ രണ്ട് ഭ്രാന്തന്മാർ വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ അവസ്ഥ താട്ടാൻ കണ്ടില്ലേ നോക്കി. ഇതാണ് അസ്കർ. ആ ഇത് വേറെ ഭ്രാന്ത്, എന്നേക്കാളും വലിയ ഭ്രാന്തനാ. ആ ഇതാണ് വലിയ ഭ്രാന്ത്. കുറച്ച് വെളിച്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാറുന്നു. ഇതാണ് മുതല് കണ്ടില്ലേ? എറണാകുളത്തല്ലേ? കൊച്ചി 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 കൊച്ചിക്കാരനാണ്. ആ ഞാൻ ഡൽഹിയില് ടൈറ്റസന്റെ റൂമിൽ പിന്നെ ഞങ്ങള് സൈക്കിൾ റെഡിയാക്കാൻ പോകണ്ട. സൈക്കിൾ എടുത്തിട്ട് റെഡിയാക്കി തരാം. രണ്ട് ഭ്രാന്തന്മാരുടെ റൂമിന്റെ സാധനങ്ങളാണ്. ആ ഓരോ സൈക്കിളിൽ ഇത്ര സാധനമുള്ള ഒരു കേട്ടോ ഏകദേശം. നല്ല ബാഗ് എടുക്കണം. അപ്പൊ ശരി കേട്ടോ ഞങ്ങൾ പോകാൻ നോക്കട്ടെ. സെക്കൻഡ് സൈക്കിളിന് ബാഗ് വാങ്ങണം. ബാഗില്ല. ഇതേപോലത്തെ ഒരു ബാഗ് വാങ്ങണം. എന്നെ കണ്ട വേറൊരു ടൈപ്പ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബാഗ് വാങ്ങണം. അറിയില്ല ഇത് കട്ട് ചെയ്യണം. निरामिष खाता है, बच्चा का माँ खाता है, ऐसे बोले हमारा घर में हाथ खिलेगा। কিন্তু আজি মানে বাচ্চার মাতা আছে भगवती माँ এইখানে बोल भात खाता है। आप लोग को कोई प्रॉब्लम नहीं। खा पिएगा। ആളുടെ എനിക്ക് റൂമിൽ ആളുടെ ഭക്ഷണം കഴിക്കാൻ. എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പേഡ് പോയിന്റ്. അപ്പോൾ അത് മാറ്റണം. പിന്നെ എന്തിട്ടാ പിന്നെ സ്റ്റാൻഡാ. അതാണ് ഞാൻ ഒരു 30 കിലോമീറ്റർ സൈക്കിളോട്ട് പോകാണ്ട് കഴിഞ്ഞപ്പോൾ സൈക്കിൾ കൊണ്ടുപോകണ്ടില്ല. തൽക്കാലം വല്ല തട്ടിക്കൂട്ട് പരിപാടി ചെയ്യാൻ വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോൾ പോയി കഴിഞ്ഞ് 30 കിലോമീറ്റർ അങ്ങോട്ട് 30 കിലോമീറ്റർ അങ്ങോട്ട് 60 കിലോമീറ്റർ ആവും. അപ്പോൾ ബാഗ് വാങ്ങാൻ പോകാമല്ലോ നമുക്ക്. എന്ത് ബാഗ് വാങ്ങിക്കാം. അപ്പോൾ ആളുടെ അമ്മ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പുതിയ വരാം. സൈക്കിളോട്ട് പോയി അങ്ങനെ നമ്മളുടെ കടലിലൊക്കെ പോയി 2 ബാഗ് വാങ്ങിച്ചു. 2 എണ്ണം വേണ്ട സെയിം സാധനം കിട്ടി. എനിക്ക് മാറ്റിയില്ല, നമുക്ക് കിട്ടിയില്ല. ഒരൊറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ മെയിൻ ആളോട് ഇരിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങളിവിടെ കേരള എന്നുള്ളൊരു മലയാളി ഹോട്ടലിൽ വന്നിട്ട് വന്നപ്പോൾ ഭക്ഷണം ഫുഡ് കഴിക്കും. എത്ര ദൈവങ്ങളാണ്? ഫുള്ള് ദൈവങ്ങളാണല്ലോ. ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുവിൻ്റെയും മുസ്ലിംസിൻ്റെ അല്ലേ? മുസ്ലിംസിൻ്റെ ദൈവത്തിൻ്റെ ഫോട്ടോ ആയിട്ടുണ്ടോ? മലയാളികളുണ്ടാകുന്ന ചിലപ്പോൾ ഒരാളുണ്ടാവും. പക്ഷെ എന്നോട് ഇത് ഉണ്ടല്ല ഈ ഒരു കട ഒരാൾ പറഞ്ഞു നല്ലതാണെന്നല്ലേ. ഡൽഹിയിലത്തെ മലയാളി കട പോയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടില്. ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടില്. നിസാമുദ്ദീൻ മറ്റേത് ജംഗ്ഷൻ്റെ ഡൽഹി ജംഗ്ഷൻ അല്ലേ പറഞ്ഞേ? ന്യൂഡൽഹി. അതിൻ്റെ കല്ലിരുള്ളി കയറിയിട്ടൊരു മലയാളി കട ഉണ്ട്. നല്ല ഫുഡ് കേട്ടോ. ആദ്യം നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മെയിനായിട്ട് ആയിരിക്കും. ചോറ് എന്തൊക്കെ കറികളുണ്ട്? ഓംലേറ്റ് ചോറ് ആയിക്കോട്ടെ. നല്ല ചോറൊന്നുമില്ല. സാമ്പാറൊന്നും ഇല്ല. രസം പോലെ ഉണ്ട്. സാമ്പാർ രസം പോലെ ഉണ്ട്. സാമ്പാർ ഡെക്കാത്തലമ്പോക്കൊക്കെ പോയിട്ട് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. എന്താ വെച്ചാൽ എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പേഡ് കഴിഞ്ഞിട്ട് നടന്നു. അത് വാങ്ങണം എന്നുള്ള മൈൻഡിൽ നടന്നു. അത് വാങ്ങേണ്ട കാര്യം പോയി അവിടെ നിന്ന് ഇവിടെ എത്തി. ചോറും കഴിഞ്ഞ് ഇവിടെ എത്തി. സൈക്കിൾ കണ്ടപ്പോൾ ഓർമ്മ വന്നത് അത് വാങ്ങിച്ചില്ല. അപ്പോൾ അടുത്ത പണി 30 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പോലും നടക്കില്ല. വയ്യൊന്നാണ്. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകാൻ ചോദിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു എന്നോട് ഡെക്കാത്തലോണിൽ പോയിക്കോ, ഇപ്പോൾ എന്തായാലും റൂമിലെത്തിയിട്ടാ സൈക്കിൾ എടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ എങ്ങനെയാണ് പോകാന്നുള്ളത് നോക്കണം. എന്നിട്ട്
അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇവിടെ ഇപ്പോൾ എന്തായാലും സ്റ്റേ ചെയ്യാനുള്ളത് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ മറ്റവൻ പിന്നെയും കുഴപ്പമില്ല, എൻ്റെ പറഞ്ഞ ഡെക്കത്തലുണ്ട് എല്ലാം, പിന്നെ സൈക്കിൾ എല്ലായിടത്തും ചെയ്യാനും പറ്റും. എൻ്റെ പറഞ്ഞ ഡെക്കത്തലുണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് തരണമല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞു കൊണ്ടുപോയിട്ട് ചെയ്ത് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പണി വന്നിട്ട് സ്പെയർ കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവർ അറിയണ ഒരു മലയാളിൻ്റെ ആളോട് വിളിച്ചു പറഞ്ഞപ്പോൾ ആൾ ഫുള്ള് സെറ്റാക്കിയാണെന്നൊക്കെ പറഞ്ഞു. ആളുടെ അതിലൊന്നല്ല, എന്നാലും നമുക്ക് അറിയണ കാരണം പെട്ടെന്ന് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പയ്യ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ ആൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അതന്നെ. അല്ലെങ്കിൽ പിന്നെ കിടന്നുറങ്ങുക, അതന്നെ. പുറമേനെ വീണ്ടും കൂടി തുടങ്ങിയിട്ട് കഫക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ ശല്യമില്ലാണ്ട് ഇങ്ങനെ പോകണു. അവരുടെ റൂമിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, നമ്മുടെ അഷ്കറൊക്കെ ഇനി റൂമിൽ ഇരിക്കുന്നുണ്ടാവും. വയ്യാണ്ടായിട്ട് എല്ലാവർക്കും എന്താ വെച്ചില്ലേ, ഇവിടുന്ന് മൊത്തം പോയില്ലോട്ട് നല്ല വെയിലല്ലേ, ചവിട്ടിയിട്ട് കണ്ടോ അവിടെ ഇരിക്കുന്നുണ്ട് ചെക്കൻ. അങ്ങനെ അപ്പോൾ ശരി മക്കളെ, ബൈ ബൈ, സീ യു. ഇന്നിപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഹേമന്ത് ഭായി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നൈറ്റ് ലൈഫ് കാണിച്ചായിരുന്നു. ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തും പോലെ, പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി അക്രമകരമാണെന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പോലീസ് സ്റ്റേഷനും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതിൻ്റെ സൈഡിലാണ് ഇവിടെ പബ്ബുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ രാത്രി കഴിഞ്ഞാൽ ഫുള്ള് റോഡിൽ മൊത്തം പെമ്പിള്ളേർ വ്യഭിചാരം പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് പോലീസിന് ഒന്നും ഒരു വിലയില്ലാത്ത പോലെ അങ്ങനെയാണ്. റോഡ് സൈഡിൽ മൊത്തം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ സൈഡിലും ഒക്കെ പബ്ബുകളാണ്. രാത്രി കഴിഞ്ഞാൽ പബ്ബിൽ പോവുക, ഇറങ്ങി വരിക, വെച്ചാൽ കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമാണ്. അതെന്ന് പറഞ്ഞാൽ രാത്രി തൊട്ടൊരു കാലത്ത് വരെ തന്നെ പരിപാടിയാവുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് ലൈഫ് പക്ഷേ ആൾക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആളെപ്പോഴാണ് വരികയെന്ന് അറിയില്ല. എന്നിട്ട് ആൾ വന്ന് കാണിച്ചു തരാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് കണ്ടുനോക്കുന്നത്. रात पूरा रात खुला रहेगा, खाना वाना सब मिलेगा कहीं ना कहीं, मतलब हर पॉइंट में। ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയും വലിയ സെറ്റപ്പൊക്കെ ആവുന്നു. അങ്ങനെ നമ്മൾ കറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ എത്ര മണിയായിന്ന് അറിയുമോ? 5 മണിയാവാറായി സമയം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ട് കറങ്ങി നടന്ന് കുറേ കടകളിൽ പോയി കുറേ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു, അങ്ങനെ കഴിച്ചു. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകും. 5 മണി കഴിഞ്ഞിപ്പോൾ നാളെ എപ്പോഴാണ് എനിക്ക് നാളെ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഇന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നടന്നില്ല. അങ്ങനെ അപ്പോൾ ശരി കേട്ടോ, ഗുഡ് നൈറ്റ് ഇല്ലേ, ഗുഡ് മോർണിംഗ്, ഓക്കെ.